എന്തുകൊണ്ടാണ് നോമ്പ് കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാലമാവുന്നത്? സത്യം പറഞ്ഞാൽ നമ്മൾ പലരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഇത്തരം പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അതിരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മണിക്കൂറിൽ ചിന്തിക്കാൻ പോകുന്നത്, എന്തിനാണ് നമ്മൾ ഈ നോമ്പ് കാലം നമ്മൾ എന്തിനാണ് വളരെ ഗൗരവമായി ഈ സഭ നമുക്ക് തന്നിട്ടുള്ളത്? ദൈവം നമുക്ക് ഈ നോമ്പ് കാലം എന്തിനാണ് തന്നിട്ടുള്ളത്? നമ്മൾ അതിനെക്കുറിച്ച് ഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഉപവസിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം, പരിത്യാഗം ചെയ്യണം. ഇത് വേണോ എന്നൊരു ചിന്ത പലപ്പോഴും പല ആളുകളുടെയും ജീവിതത്തിലുണ്ട്. അതായത് പ്രാർത്ഥന ആവശ്യമുണ്ടോ, പരിത്യാഗം ആവശ്യമുണ്ടോ, പ്രായശ്ചിത്തം ആവശ്യമുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇത്